ഹലോ ഗൈസ്, ഞങ്ങൾ മുന്തിരി കാണാൻ വേണ്ടിയിട്ട് ഗുണ്ടൽപേട്ട് വന്നിട്ടോ. മുന്തിരി ഫാമൊക്കെ വന്നാണ്. പക്ഷെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയ എന്താണെന്നില്ല, നിങ്ങൾ കാണുന്ന വേണട്ടോ. ഒരു രക്ഷയില്ല. മുന്തിരി കാണാൻ ഇവിടെ ആളുകൾ രക്ഷയില്ലാത്ത ആളുകൾ കൂടുതലുണ്ടോ. അത്രയും ജനാട്ടോ കാണുന്ന വേണത്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ വയനാട് റോഡ് വരുമ്പം ചെക്ക് പോസ്റ്റ് കാണും. ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ട് ലെഫ്റ്റ് റോഡുണ്ട്. ആ റോഡിലൂടെ വന്നാലാണ് ഈ ലൊക്കേഷനിലേക്ക് എത്തുന്നത് കേട്ടോ. 10 കിലോമീറ്റർ. പക്ഷെ നമ്മളിപ്പം ഓരോ ഓണം കഴിഞ്ഞിട്ടൊക്കെ വന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇപ്പം നിലവിൽ പച്ചയാണ്, മുന്തിരി ഫുൾ പച്ചയാണ്. അപ്പോൾ ഒരു ഓണം ആ സമയത്ത് വന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ, മുന്തിരി ആയിക്കോളൂ. പിന്നെ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് നമ്മളെ മുന്തിരി തോപ്പ്. നമ്മുടെ നാട്ടിൽ നമുക്ക് കമ്പന്തേനി അത്ര ലോങ് ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ഉണ്ടാകുമ്പം ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നല്ലതാണ്. എല്ലാവരും കണ്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഫുള്ള് ആളുകളാണ് ഇവിടെ. ഈ തോട്ടം മൊത്തത്തിൽ ആളുകളാണ്. ഏത് സമയത്ത് ആവുക കറക്റ്റ് ആവുക? ഓണം കഴിഞ്ഞിട്ട് അടുത്ത മാസം കഴിയണം. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ പഴുക്കുള്ളൂ. അപ്പൊ ഫുൾ പഴുക്കും. ഫുള്ള് പഴക്കം വന്നല്ലേ. അപ്പോൾ ആയതായതുകൊള്ള അടുത്ത മാസം മുതൽ നമ്മൾ വിളവെടുപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അതായത് അങ്ങനെ വെട്ടി കൊടുക്കും. അവർക്ക് 1.5 കിലോ 100 രൂപ വെച്ച് കൊടുക്കും.